ഇന്ന് ഞായറാഴ്ചയൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിക്കാമെന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ ഇത് മീൻ മാർക്കറ്റും ഇറച്ചി, മീൻ, അതേപോലെ പിന്നെ പച്ചക്കറിയൊക്കെ വെക്കുന്ന ഒരു മാർക്കറ്റാണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ സ്വർണ്ണക്കട ഉണ്ടാവും ഇവിടെ. അങ്ങനത്തെ ഒരു പ്രത്യേകത ഉള്ളൊരു നാടാണ് ഇവിടെ. അപ്പോൾ അടുത്തൊക്കെ നല്ല ഇവരുടെ ഈ കോൾഡ് കോഫിയുടെ ഷോപ്പുണ്ട്. അതേപോലെ ഈ നാരങ്ങ എന്നൊക്കെ വളരെ ഫ്രഷാണ് കേട്ടോ. അതേപോലെ എന്താ പോലെ പത്തിരി ചപ്പാത്തി വരുത്തുന്ന പോലുള്ള ഒരു പൂരി പോലുള്ളൊരു സാധനമാണ്. അതൊക്കെ ഇവിടെ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓരോരുത്തർ. പിന്നെ ഇത് നമ്മളെ എന്താ പറയുക, ഒരു വട പോലുള്ളൊരു സാധനമാണ്. എന്നാൽ പച്ചക്കറികളൊക്കെ വളരെ ഫ്രഷായിട്ടുള്ള പച്ചക്കറികളാണ്. അത് നമ്മൾക്ക് അങ്ങനെ അത്ഭുതമാവും. പിന്നെ എവിടെ ആണെങ്കിലും ഇവർ സ്കൂട്ടിയായിട്ടും ഇത് മാർക്കറ്റിൻ്റെ ഉള്ളിലൊക്കെ കയറും. നമുക്ക് ഫ്രൂട്ട്സുകളൊക്കെ ചാമ്പക്ക അതുപോലുള്ള നമ്മുടെ ഫ്രൂട്ട്സുകളൊക്കെ വളരെ ഫ്രഷായിട്ടുള്ള, അതേമാതിരി നമ്മുടെ നാട്ടിലുള്ള എല്ലാ പുല്ലും ഇവിടെ പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ മീൻ നല്ല പെടക്കണ മീൻ തന്നെയാണ്. പെടക്കണ മീൻ എന്ന് പറഞ്ഞാൽ ജീവനൊടുക്ക് അങ്ങോട്ട് അറുത്ത് അങ്ങ് തരും. അതുപോലെ പിന്നെ മീൻ, കോഴിമുട്ട, ഇതെല്ലാം വളരെ ഫ്രഷ്. നമ്മുടെ നാട്ടിൽ ഈ കണ്ണൻ എന്നൊക്കെ പറയും ഞങ്ങളുടെ ഈ മലപ്പുറം സ്ഥലത്ത്. അതിവിടെ ഒരുപാടുണ്ട്. അതിവിടെ വലിയ ഡിമാൻഡാണ്. ഇത് ചുട്ടിട്ടാണെങ്കിലും പേങ്ങിയിട്ടാണെങ്കിലും സൂപ്പിച്ചിട്ടാണെങ്കിലും ഇവർ ഒരുപാട് തിന്നാറുമുണ്ട് ഡെയിലി. ഇപ്പോൾ കണ്ടില്ലേ, ചിക്കൻ കടയാണിത്. പിന്നെ ഇവരുടെയൊക്കെ വൃത്തി നോക്കണം കേട്ടോ. അവർ നമ്മുടെ ഒരു ഇറച്ചിക്കടയിൽ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ഇത് റോഡ് സൈഡിൽ വെക്കുന്ന അവരും നമ്മുടെ ഇറച്ചിക്കടയും തമ്മിൽ എത്രമാത്രം വ്യത്യാസം ഉണ്ടെന്നറിയാം. എല്ലാം അവർ വളരെ വൃത്തിയായിട്ടാണ് കാര്യങ്ങളൊക്കെ കൊണ്ടടക്കുന്നത്. പിന്നെ ഒരു കിലോ കോഴിക്ക് ഇവിടുത്തെ 10,000 10,000 എന്ന് പറഞ്ഞാൽ $2.5, ഒരു $230 ഒക്കെ റുപ്പീസൊക്കെ ആയിട്ടാണ് ഇത് കാണുന്നത്. ഇതുപോലുള്ള ഈ ചെറിയ ചെറിയ കടകളൊക്കെ ഒരുപാട് ഈ മാർക്കറ്റിനുള്ളിലുണ്ട്. അതുപോലെ എല്ലാം വളരെ വൃത്തിയായിട്ടാണ് കൊണ്ടടക്കുന്നത്. നമ്മുടെ നാട്ടിലൊരു സ്ഥിതിയല്ല. പക്ഷേ ഇവിടെ അധികം ഈ മാർക്കറ്റിൽ ജോലി ചെയ്യുന്നത് പെണ്ണുങ്ങളാണ് ഇവിടെ. ആണുങ്ങൾ വളരെ കുറവാണ് മാർക്കറ്റിനുള്ളിലൊക്കെ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുന്നത്. എന്തായാലും എല്ലാ മീൻ കച്ചവടക്കാരെ ഇരുത്തും. നമ്മുടെ ഒരു മീൻ കച്ചവടക്കാരനും മാർക്കറ്റിൽ പോയിട്ട് മീൻ കച്ചവടക്കാരനും അവിടെ തന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണമുണ്ട് കേട്ടോ. അപ്പോൾ അവർ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരു മാർക്കറ്റിൽ ചെന്നാലുള്ള സ്ഥിതി വളരെ പെർഫെക്റ്റായിട്ട് അടക്കി ഒതുക്കി വെച്ച് വൃത്തിയാക്കി സൂക്ഷിച്ച് വെള്ളമൊക്കെ കുടഞ്ഞ് അങ്ങനെയൊക്കെയാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത്. എന്തായാലും നല്ല രസമാണ്. പക്ഷേ ഇവിടെ അപ്പുറത്തുണ്ടാകും പന്നിയാണ് അത് തൂക്കിയിട്ടുള്ള. അത് പന്നിയിറച്ചി വളരെ സുലഭമാണ്. ഇവിടെ കംബോഡിയൻസ് ബുദ്ധിസ്റ്റ് എന്ന പേരിലേ ഉള്ളൂ. 92% ബുദ്ധിസ്റ്റാണ്. പക്ഷേ മീറ്റ് നന്നായി കഴിക്കുന്നവരാണ്. എല്ലാം ആ വെജിറ്റബിളിൻ്റെ ആ ഫ്രഷ്നെസ്സൊക്കെ ഒന്ന് നോക്കി. കൂണ്, കേബേജ്, പിന്നെന്തോ എനിക്കറിയാത്തൊരു സാധനങ്ങളും ഇതിൽ കാണുന്നുണ്ട്. ഫ്രൂട്ട്സ്, ഒരു ചീഞ്ഞതോ അല്ലെങ്കിൽ ഒരു ഫ്രഷ് അല്ലാത്തതോ എവിടെയും കാണാൻ പറ്റില്ല. ഉണക്കമീൻ കണ്ടില്ലേ, ഇതാണ് ഉണക്കമീൻ. അങ്ങനെ പിന്നെ ഇങ്ങനെ നടന്ന് പോകാൻ തന്നെ വലിയ പ്രയാസമാണ്. അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് അവൻ മോട്ടോർ സൈക്കിൾ കുത്തിക്കയറ്റുന്നത്. പിന്നെ നമ്മുടെ ചപ്പൊക്കെ കിട്ടും. ഞാൻ കരിവേപ്പില ഇവിടെ കുറേ ചോദിച്ചു. കരിവേപ്പില വലിക്ക് നമ്മളെ മാതിരി അത്ര ഡിമാൻഡില്ല, എന്നാലും കിട്ടും. പക്ഷേ വളരെ റെയറായിട്ടേ കിട്ടുകയുള്ളൂ. നമ്മൾ കരിവേപ്പിലൊക്കെ വാങ്ങാനൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ പന്നിയിറച്ചി തൂക്കിയിട്ട് കണ്ടില്ലേ, അപ്പുറത്തെ സ്വർണ്ണ കച്ചവടമുണ്ട്, അതിൻ്റെ ഉള്ളിൽ തന്നെ കോസ്മെറ്റിക്കും ഉണ്ട്. പിന്നെ ഈ ആണുങ്ങളുടെ വളരെ പ്രസൻസ് കുറവായി മാർക്കറ്റിൻ്റെ ഉള്ളിലൊക്കെ. അത് എന്താണെന്ന് അറിയില്ല. കാരണം ഈ മാർക്കറ്റിലെ ജോബുകളൊക്കെ സാധാരണ ഇറച്ചിക്കട ഉണ്ടോ, നല്ല പോർക്ക് കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇവിടെ വരാം കേട്ടോ. നമ്മുടെ കണ്ണൻ എന്ന് പറഞ്ഞ സാധനം ജീവൻ കൊണ്ട് ഇങ്ങനെ പെട്ടയുന്ന സാധനമാണ്. ഇത് പെട്ടെന്നൊന്നും ചാവില്ല എന്ന് തോന്നുന്നുണ്ടല്ലോ. അതിങ്ങനെ ആ ജീവനോടുക്കാൻ തന്നെ വെട്ടി അങ്ങ് കൊടുക്കുക ചെയ്യുക. എന്തായാലും പക്ഷെ നമുക്കിത് ഇതിൻ്റെ ഈ ചേറിൻ്റെ ഒരു ചോയ ഇതിലുണ്ടാവും. ചോയ എന്ന് ഞാൻ മലപ്പുറം ഭാഷയിൽ പറയാണ്. അതിൻ്റെ ഒരു ചേറിൻ്റെ ഒരു ഇതിൽ വരും. അപ്പോൾ ഞാനത് വാങ്ങാറില്ല. പറ്റുമെങ്കിൽ ഞാൻ അയല ചിലപ്പോൾ കിട്ടും, അപ്പോൾ അതേ വാങ്ങാറുള്ളൂ. പിന്നെ ഇത് ചുട്ട് തിന്നൊക്കെ കാണാം. പിന്നെ ആ ഒരു
സഞ്ചിയിലാക്കിയിട്ട് ഒരു മണിയായിട്ട് കാണുന്നില്ല, അത് ബീഫ് ഇന്ന്